Welcome to Technical Education Series Program on Embedded Systems, Session 2. Today, we are going to discuss on AVR microcontrollers. In this session, we will cover AVR family, features of AVR family, comparison of AVR family members, comparison with other microcontrollers. എന്താണ് മൈക്രോ കൺട്രോളർ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു മൈക്രോ കൺട്രോളറിൽ അടങ്ങിയിരിക്കുന്ന വിവിധ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. എന്നാൽ ഇന്ന് വിപണിയിൽ വിവിധ പരമ്പരകളിൽ ഉൾപ്പെട്ടിരിക്കുന്ന നിരവധി മൈക്രോ കൺട്രോളറുകൾ ലഭ്യമാണ്. ഇവയിലെല്ലാം ഉൾപ്പെട്ടിരിക്കുന്ന ഘടകങ്ങളും അവയുടെ അളവുകളും മറ്റ് വിശേഷണങ്ങളും ഒന്ന് മറ്റൊന്നിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. പ്രധാനമായും 8051, PIC, AVR, ARM എന്നീ 4 പരമ്പരകളിലുള്ള മൈക്രോ കൺട്രോളറുകളാണ് നിർമ്മിക്കപ്പെടുന്നത്. ഇതിൽ 8051 മൈക്രോ കൺട്രോളറുകളെ കുറിച്ച് നിങ്ങൾ പഠിച്ചിരിക്കുന്നതാണ്. 8-bit CPU, 4 KB on-chip ROM, 128 bytes on-chip data RAM, 32 I/O lines as 4 8-bit ports, 2 16-bit timers, full duplex serial port, 6 interrupt sources, on-chip clock oscillator എന്നീ സവിശേഷതകൾ കൂടിയിട്ടുള്ള ഒരു മൈക്രോ കൺട്രോളറാണ് 8051. ഇതിൽ നിന്നും വ്യത്യസ്തമായി കുറച്ചുകൂടി ഘടകങ്ങൾ ഉൾപ്പെടുത്തി സിസ്റ്റം ഡിസൈൻ എളുപ്പമാകുന്ന രീതിയിൽ രൂപകൽപ്പന ചെയ്ത മൈക്രോ കൺട്രോളറുകളാണ് AVR മൈക്രോ കൺട്രോളർ. ഓൺ ചിപ്പ് ഫ്ലാഷ് മെമ്മറി ഉൾപ്പെടുത്തിയിട്ടുള്ള ആദ്യത്തെ മൈക്രോ കൺട്രോളറുകൾ എന്ന പ്രത്യേക സവിശേഷതയോടെയാണ് AVR മൈക്രോ കൺട്രോളർ വിപണിയിലെത്തുന്നത്. 1996 അറ്റ്മെൽ കോർപ്പറേഷൻ എന്ന കമ്പനിയാണ് AVR മൈക്രോ കൺട്രോളർ നിർമ്മിച്ചു തുടങ്ങിയത്. എന്നാൽ 2016 ഇത് മൈക്രോചിപ്പ് ടെക്നോളജി ഏറ്റെടുക്കുകയുണ്ടായി. നോർവീജിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ ആൽഫ് എഗിൽ ബോഗൻ, വിഗാർഡ് വോളം എന്നീ 2 വിദ്യാർത്ഥികളാണ് AVR മൈക്രോ കൺട്രോളർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. AVR എന്ന പദത്തിന് പ്രത്യേക സൂചനകളൊന്നും ഇല്ലെന്ന് അറ്റ്മെൽ പറയുന്നുണ്ടെങ്കിലും ഈ 2 വിദ്യാർത്ഥികളുടെ പേരുകളുടെയും ആദ്യ ഭാഗങ്ങളും ആർക്കിടെക്ചർ ടൈപ്പ് റിസ്ക് എന്നും കൂട്ടിച്ചേർത്ത് ആൾഫ് വിഗാർഡ് റിസ്ക് എന്ന രീതിയിലും എന്നാൽ അഡ്വാൻസ്ഡ് വിർച്വൽ റിസ്ക് എന്ന മറ്റൊരു രീതിയിലും AVR അറിയപ്പെടുന്നുണ്ട്. AVR was developed in the year 1996 by Atmel Corporation, acquired by Microchip Technology in 2016. The architecture of AVR was developed by Alf Egil Bogen and Vigard Wollen. Regarding the term AVR, it is commonly accepted that AVR stands for Alf and Vigard Risk Processor, also known as Advanced Virtual Risk. Features of AVR microcontrollers. ഇനി AVR മൈക്രോ കൺട്രോളറുകളുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് സിംഗിൾ ചിപ്പ് മൈക്രോ കൺട്രോളർ വിത്ത് ഹാർവേഡ് ആർക്കിടെക്ചർ. AVR മൈക്രോ കൺട്രോളർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഹാർവേഡ് ആർക്കിടെക്ചർ രീതിയിലാണ്. ഈ രീതി അനുസരിച്ച് പ്രോഗ്രാം മെമ്മറിയും ഡാറ്റ മെമ്മറിയും പ്രത്യേകം സജ്ജമാക്കിയതിനാൽ പ്രോഗ്രാം കോഡ് ഫെച്ചിങ്ങും ഡാറ്റ ഫെച്ചിങ്ങും ഒരേ സമയം നടത്തുന്നതിനായി സാധിക്കുന്നതും ഇത് മൈക്രോ കൺട്രോളറിന്റെ പ്രവർത്തന വേഗത കൂട്ടുന്നതിന് സഹായകമാവുകയും ചെയ്യും. ഓൺ ചിപ്പ് and in-system programmable flash memory used as program memory. AVR മൈക്രോ കൺട്രോളറുകളിൽ പ്രോഗ്രാം മെമ്മറിയായി ഉപയോഗിക്കുന്നതിന്
ആവർത്തിച്ച് പ്രോഗ്രാം ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഫ്ലാഷ് മെമ്മറി ഒരുക്കിയിട്ടുണ്ട്. ഇത് മൈക്രോ കൺട്രോളർ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന സിസ്റ്റത്തിൽ വെച്ച് തന്നെ എത്ര തവണ വേണമെങ്കിലും റീപ്രോഗ്രാം ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതുപോലെയുള്ള ഫ്ലാഷ് മെമ്മറി ഉപയോഗിക്കുന്നത് കാരണം പ്രോഗ്രാമിൽ കറക്ഷൻ വരുത്തുന്നതും അതിൽ നവീകരണം നടത്തുന്നതും വളരെ എളുപ്പത്തിലും വേഗത്തിലും ചെയ്യാവുന്നതാണ്. 32 general purpose 8-bit working registers in the true RISC tradition. AVR മൈക്രോകൺട്രോളറിൽ വേരിയബിൾസ് സ്റ്റോർ ചെയ്യുന്നതിനായി റിസ്ക് ആർക്കിടെക്ചർ അടിസ്ഥാനമാക്കിയിട്ടുള്ള 8 ബിറ്റ് സൈസിലുള്ള 32 ജനറൽ പർപ്പസ് രജിസ്റ്ററുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. ഇത് കാരണം ഒരു പ്രോഗ്രാമിൽ ഉപയോഗിക്കപ്പെടുന്ന മുഴുവൻ ഡാറ്റയും CPU-വിനുള്ളിൽ തന്നെ സ്റ്റോർ ചെയ്യാൻ സാധിക്കുകയും ഈ ആവശ്യത്തിനായി മെമ്മറി ഉപയോഗിക്കേണ്ട സാഹചര്യം ഒഴിവാകുകയും മെമ്മറി ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ആക്സസ് ടൈം ഇല്ലാതെയാക്കി പ്രോസസ്സിംഗ് വേഗത വർദ്ധിപ്പിക്കുന്നതിന് സഹായകമാവുകയും ചെയ്യും. രജിസ്റ്റർ ടു രജിസ്റ്റർ ആർക്കിടെക്ചർ വിത്തൗട്ട് അക്യൂമുലേറ്റർ. അക്യൂമുലേറ്റർ വഴിയല്ലാതെ രജിസ്റ്ററുകൾ തമ്മിൽ നേരിട്ടുള്ള ഓപ്പറേഷൻ നടത്താനുള്ള സൗകര്യം പ്രോഗ്രാം ലഘൂകരിക്കുന്നതിന് വളരെ സഹായകമാണ്. മറ്റ് മൈക്രോ കൺട്രോളറുകളിൽ ഉപയോഗിക്കുന്നത് പോലെ റിസൾട്ട് ഹോൾഡ് ചെയ്യുന്നതിനായി അക്യൂമുലേറ്റർ എന്ന ഒരു പ്രത്യേക രജിസ്റ്റർ ഉപയോഗിക്കുന്ന രീതി AVR മൈക്രോ കൺട്രോളറിൽ അനുവർത്തിക്കുന്നില്ല. ഇവിടെ എല്ലാ രജിസ്റ്ററുകൾ തമ്മിലും പരസ്പരം ഡാറ്റ ഓപ്പറേഷൻ നടത്താൻ സാധിക്കുന്നതാണ്. മൾട്ടി ഫംഗ്ഷൻ ബൈഡയറക്ഷണൽ ജനറൽ പർപ്പസ് IO പോർട്സ് വിത്ത് കോൺഫിഗറബിൾ ബിൽറ്റ് ഇൻ പുള്ളപ്പ് റെസിസ്റ്റേഴ്സ്. പുറമേ നിന്നുള്ള ഘടകങ്ങളുമായി ഡാറ്റ കൈമാറ്റം ചെയ്യുന്നതിനും അതേസമയം മറ്റ് ആവശ്യങ്ങൾക്കായി മാറ്റി ഉപയോഗിക്കുന്നതിനും സാധിക്കുന്ന രീതിയിലുള്ള IO പോർട്ടുകൾ AVR മൈക്രോ കൺട്രോളറിൽ സംവിധാനം ചെയ്തിട്ടുണ്ട്. ഈ പോർട്ടുകളിലെല്ലാം സോഫ്റ്റ്വെയർ വഴി ആക്ടിവേറ്റ് ചെയ്യുന്നതിനും ഡീആക്ടിവേറ്റ് ചെയ്യുന്നതിനും സാധിക്കുന്ന രീതിയിൽ പുള്ളപ്പ് റെസിസ്റ്ററുകൾ ആലേപനം ചെയ്തിട്ടുണ്ട്. ഓൺ ചിപ്പ് ഡാറ്റ റാം ആൻഡ് EEPROM. ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി ചിപ്പിനുള്ളിൽ തന്നെ റാം രൂപത്തിലും EEPROM രൂപത്തിലും മെമ്മറി സംവിധാനങ്ങൾ AVR മൈക്രോ കൺട്രോളറിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവിടെ റാം മെമ്മറി താൽക്കാലിക ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതിനും EEPROM അതായത് ഇലക്ട്രിക്കലി എറൈസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി വീണ്ടും ഉപയോഗിക്കേണ്ടി വരുന്ന ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതിനും ഉപയോഗിക്കാവുന്നതാണ്. 10 or 12-bit analog to digital converters with a multiplex of up to 16 channels. പുറമേ നിന്നുള്ള ഘടകങ്ങളിൽ നിന്നും സ്വീകരിക്കേണ്ടി വരുന്ന അനലോഗ് സിഗ്നലുകളെ പ്രോസസ് ചെയ്യുന്നതിനായി ഡിജിറ്റൽ രൂപത്തിലേക്ക് മാറ്റുന്നതിന് വേണ്ടി അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടറുകൾ AVR മൈക്രോ കൺട്രോളറുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവയിൽ 10 ബിറ്റ് റെസൊല്യൂഷനുള്ള ADC ഘടകങ്ങളും 12 ബിറ്റ് റെസൊല്യൂഷനുള്ള ADC ഘടകങ്ങളും ഉൾപ്പെടുന്നതാണ്. ചില മൈക്രോ കൺട്രോളറുകളിൽ 16 വ്യത്യസ്ത ചാനലുകളിൽ നിന്നും അനലോഗ് സിഗ്നലുകൾ സ്വീകരിച്ച് മൾട്ടിപ്ലക്സ് ചെയ്ത് കൺവേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ADCയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 12-bit ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടേഴ്സ്. ADCയിൽ നിന്നും വിപരീതമായി മൈക്രോ കൺട്രോളറിൽ നിന്നും പുറമേയുള്ള ഘടകങ്ങളിലേക്ക് ഡാറ്റ നൽകുമ്പോൾ ഡാറ്റ ഡിജിറ്റൽ രൂപത്തിൽ നിന്നും അനലോഗ് രൂപത്തിലേക്ക് മാറ്റേണ്ടതായിട്ട് വരും. ഇതിനായി 12 ബിറ്റ് റെസൊല്യൂഷനുള്ള ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടറുകൾ AVR മൈക്രോ കൺട്രോളറുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 0 to 10 MHz ക്ലോക്ക് സ്പീഡ് ഓപ്പറേഷൻ.
AVR മൈക്രോ കൺട്രോളറുകളിൽ ഉപയോഗിക്കുന്ന ഭൂരിഭാഗം ഇൻസ്ട്രക്ഷനുകളും ഒരു സിംഗിൾ ക്ലോക്ക് പൾസിൽ ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുന്നവയാണ്. ഈ സവിശേഷത കാരണം മറ്റ് മൈക്രോ കൺട്രോളറുകളെ അപേക്ഷിച്ച് AVR മൈക്രോ കൺട്രോളറുകൾക്ക് 10 മടങ്ങ് കൂടുതൽ പെർഫോമൻസ് ഇംപ്രൂവ്മെന്റ് നൽകാൻ സാധിക്കും. പവർ ഓൺ റീസെറ്റ് സർക്യൂട്ട്. മൈക്രോ കൺട്രോളർ ഓരോ തവണ പവർ ഓൺ ചെയ്യുമ്പോഴും പ്രോഗ്രാം എക്സിക്യൂഷൻ ഒരു നിശ്ചിത ലൊക്കേഷനിൽ നിന്ന് തന്നെ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്വയം പ്രക്രിയാ സംവിധാനമാണ് പവർ ഓൺ റീസെറ്റ്. ഈ സംവിധാനം ഉള്ളത് കാരണം സിസ്റ്റം പ്രവർത്തിച്ചു തുടങ്ങുന്നതിനായി പ്രത്യേകം റീസെറ്റ് സ്വിച്ചുകളോ അതോ മറ്റ് സർക്യൂട്ട് സംവിധാനങ്ങളോ ഉപയോഗിക്കേണ്ടതില്ല. ഓൺ ചിപ്പ് പ്രോഗ്രാമബിൾ ടൈമർ with separate pre-scaler to use for timing applications. മൈക്രോ കൺട്രോളർ ഉപയോഗിച്ച് സമയവും എണ്ണവും അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സംവിധാനങ്ങൾ ഒരുക്കുമ്പോൾ ഉപയോഗിക്കുന്നതിനായി ആവശ്യാനുസരണം ക്രമപ്പെടുത്തി പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒന്നോ അതിൽ കൂടുതലോ ടൈമറുകൾ AVR മൈക്രോ കൺട്രോളറുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നെക്സ്റ്റ്, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഇന്ററപ്റ്റ് സോഴ്സസ്. ഒരു നിശ്ചിത ക്രമത്തിൽ മാത്രം പ്രവർത്തിച്ചു കൊണ്ടിരിക്കെ അതിനിടയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രത്യേക സാഹചര്യങ്ങൾ തിരിച്ചറിയുന്നതിനും അനുസൃതമായി പ്രവർത്തന ക്രമത്തിൽ മാറ്റം വരുത്തുന്നതിനും സാധ്യമാക്കുന്ന സംവിധാനമാണ് ഇന്ററപ്റ്റ്. AVR മൈക്രോ കൺട്രോളറിൽ എക്സ്റ്റേണൽ ഇന്ററപ്റ്റും ഇന്റേണൽ ഇന്ററപ്റ്റും കൈകാര്യം ചെയ്യുന്നതിനുള്ള ഇന്ററപ്റ്റ് സോഴ്സുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. പ്രോഗ്രാമബിൾ വാച്ച് ഡോഗ് ടൈമർ വിത്ത് ഇൻഡിപെൻഡന്റ് ഓസിലേറ്റർ. സിസ്റ്റം പ്രവർത്തിച്ചുകൊണ്ടിരിക്കെ അതിനിടയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രോഗ്രാം സംബന്ധമായിട്ടുള്ള പ്രതിസന്ധികൾ തരണം ചെയ്യുന്നതിനുള്ള ഒരു ഉപാധിയാണ് വാച്ച് ഡോഗ് ടൈമർ. ഈ സംവിധാനം അനുയോജ്യമായ മറ്റ് ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാവുന്നതാണ്. സ്ലീപ്പ് ആൻഡ് പവർ ഡൗൺ മോഡ് ഓഫ് ഓപ്പറേഷൻ. പ്രോസസർ പ്രവൃത്തിയൊന്നും ചെയ്യാതിരിക്കുന്ന സമയങ്ങളിൽ വൈദ്യുത ഉപയോഗം കുറയ്ക്കുന്നതിനുള്ള ഒരു സജ്ജീകരണമാണ് സ്ലീപ്പ് ആൻഡ് പവർ ഡൗൺ മോഡ് ഓഫ് ഓപ്പറേഷൻ. മൾട്ടിപ്പിൾ ഇന്റേണൽ ഓസിലേറ്റർ ഇൻക്ലൂഡിംഗ് RC ഓസിലേറ്റർ വിത്തൗട്ട് എക്സ്റ്റേണൽ പാർട്ട്. പുറമേ നിന്നുള്ള മറ്റ് ഘടകങ്ങളുടെ സഹായം കൂടാതെ പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്ന RC ഓസിലേറ്ററുകൾ AVR മൈക്രോ കൺട്രോളറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. A variety of serial interfaces. സീരിയൽ രൂപത്തിൽ ഡേറ്റ കൈമാറ്റം ചെയ്യുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന വിവിധ ഘടകങ്ങളുമായി AVR മൈക്രോ കൺട്രോളർ ബന്ധപ്പെടുത്താൻ സാധിക്കും. I2C, synchronous bar asynchronous serial peripherals, serial peripheral interface SPI, യൂണിവേഴ്സൽ സീരിയൽ ഇന്റർഫേസ് USI തുടങ്ങിയ ഘടകങ്ങൾ ഇതിൽ ഉൾപ്പെട്ടതാണ്. AVR മൈക്രോ കൺട്രോളറിന്റെ ഒരു സിംപ്ലിഫൈഡ് ബ്ലോക്ക് ഡയഗ്രാമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അഡ്വാൻസ്ഡ് റിസ്ക് ആർക്കിടെക്ചർ അടിസ്ഥാനമാക്കി രൂപകൽപ്പന ചെയ്ത മൈക്രോ കൺട്രോളറാണ് AVR മൈക്രോ കൺട്രോളർ. ഇവിടെ പ്രോഗ്രാം സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി ഇന്റേണൽ ROM, ഡേറ്റ സ്റ്റോർ ചെയ്തതിന് വേണ്ടിയിട്ടുള്ള ഇന്റേണൽ RAM, ഒരു എക്സ്ട്രാ ഡേറ്റ സ്റ്റോറേജ് ആയി ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള EEPROM, ടൈമേഴ്സ്, CPU, ക്ലോക്ക് സിഗ്നൽ ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഓസിലേറ്റേഴ്സ്, ഇന്ററപ്റ്റ്സ്, IO പോർട്ടുകൾ, അതുകൂടാതെ മറ്റ് പ്രത്യേക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ വേണ്ടി ADC, DAC, പവർ ഓൺ റിസെറ്റ് തുടങ്ങിയ ഘടകങ്ങളും AVR മൈക്രോ കൺട്രോളറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ പൊതു ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി 8 ബിറ്റ് സൈസിലുള്ള 32 വർക്കിംഗ് രജിസ്റ്റേഴ്സ്
AVR മൈക്രോ കൺട്രോളറിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. ഹാർവേഡ് ആർക്കിടെക്ചർ രീതിയാണ് AVR മൈക്രോ കൺട്രോളറിൽ മെമ്മറി സംവിധാനത്തിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ പ്രോഗ്രാം മെമ്മറിയും ഡാറ്റ മെമ്മറിയും അവയ്ക്ക് വേണ്ടിയിട്ടുള്ള ബസ്സും പ്രത്യേകം നൽകിയിട്ടുണ്ട്. ഇത് കാരണം ഡാറ്റ ഫെച്ചിങ്ങും പ്രോഗ്രാം കോഡ് ഫെച്ചിങ്ങും ഒരേ സമയം നടത്തുന്നതിനും മൈക്രോ കൺട്രോളറിന്റെ പ്രവർത്തന സ്പീഡ് വർദ്ധിപ്പിക്കുന്നതിനും സാധ്യമാവുന്നു. The AVR microcontrollers are based on the advanced RISC architecture that comes with some standard features such as on-chip program code ROM, data RAM, data EEPROM, timers, and I/O ports as indicated. It consists of 32 into 8-bit general purpose working registers. AVR follows Harvard architecture format in which the processor is equipped with separate memories and buses for program and the data information. Now let us discuss on AVR family. AVR microcontrollers are generally classified into 4 broad groups: classic, mega, tiny, special purpose. ഇങ്ങനെ 4 ഗ്രൂപ്പുകളായിട്ടാണ് AVR മൈക്രോ കൺട്രോളേഴ്സിനെ തരംതിരിച്ചിരിക്കുന്നത്. ഇതിൽ ഓരോ ഗ്രൂപ്പിനെ കുറിച്ചും പരിശോധിച്ചു നോക്കാം. ക്ലാസിക് AVR ഫാമിലിയിലെ ഒറിജിനൽ മൈക്രോ കൺട്രോളേഴ്സ് ആണ് ക്ലാസിക് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നത്. ഈ മൈക്രോ കൺട്രോളേഴ്സ് പിന്നീട് മാറ്റം വരുത്തിയിട്ടുള്ളതും ഇപ്പോൾ ഉപയോഗത്തിലില്ലാത്തതുമാകുന്നു. Classic is the original AVR chip which has been replaced by newer AVR chips. Classic ഗ്രൂപ്പിൽപ്പെട്ട ഏതാനും മൈക്രോ കൺട്രോളേഴ്സ് ഈ പട്ടികയിൽ കാണാവുന്നതാണ്. 8090 S2313, 8090 S2323, 8090 S4433. ഇത്രയും മൈക്രോ കൺട്രോളേഴ്സ് ക്ലാസിക് ഗ്രൂപ്പിൽ ഉൾപ്പെട്ടതാണ്. നെക്സ്റ്റ് മെഗാ ഫാമിലിയിൽ ഉൾപ്പെട്ട മൈക്രോ കൺട്രോളേഴ്സ് കൂടുതൽ പവർഫുൾ മൈക്രോ കൺട്രോളേഴ്സ് ആണ്. വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കത്തക്ക രീതിയിൽ കൂടുതൽ ഘടകങ്ങളും അനുബന്ധ സംവിധാനങ്ങളും ഈ മൈക്രോ കൺട്രോളേഴ്സിൽ സജ്ജമാക്കിയിട്ടുണ്ട്. എന്നാൽ പ്രോഗ്രാമിംഗ് എളുപ്പമാക്കുന്നതിന് വേണ്ടി കൂടുതൽ ഇൻസ്ട്രക്ഷൻ ഉൾപ്പെടുത്തി ഇൻസ്ട്രക്ഷൻ സെറ്റും വിപുലപ്പെടുത്തിയിട്ടുണ്ട്. The microcontrollers under this group are powerful microcontrollers with more than 120 instructions and lots of different peripheral capabilities which can be used in different system design. ഈ ഗ്രൂപ്പിൽ ഉൾപ്പെട്ട ഏതാനും മൈക്രോ കൺട്രോളേഴ്സിനെ ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. Atmega 8, Atmega 16, Atmega 32, Atmega 64, Atmega 1280 തുടങ്ങിയവ മെഗാ ഗ്രൂപ്പിൽ ഉൾപ്പെട്ട മൈക്രോ കൺട്രോളേഴ്സ് ആണ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെഗാ ഫാമിലി: 4K to 256 KB പ്രോഗ്രാം മെമ്മറി, 28 to 100 പിൻ പാക്കേജ്, എക്സ്റ്റൻഡഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ്, എക്സ്റ്റെൻസീവ് പെരിഫറൽ സെറ്റ്. നെക്സ്റ്റ് ടിനി AVR. മെഗാ മൈക്രോ കൺട്രോളേഴ്സിനെ അപേക്ഷിച്ച് ചെറിയ പാക്കേജും കുറഞ്ഞ ഇൻസ്ട്രക്ഷൻ സെറ്റുമുള്ള മൈക്രോ കൺട്രോളേഴ്സ് ആണ് ടിനി AVR ഗ്രൂപ്പിലുള്ളത്. കുറഞ്ഞ പവർ ഉപയോഗിച്ചും കൂടുതൽ ചിലവില്ലാതെയും പ്രവർത്തിക്കുന്ന സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ടിനി AVR മൈക്രോ കൺട്രോളേഴ്സ് ഉപയോഗപ്പെടുത്തുന്നത്. മൈക്രോ കൺട്രോളേഴ്സ് in this group has less instructions and smaller packages. Low cost and less power consumption systems can be designed by using Tiny AVR microcontrollers. Tiny AVR ഗ്രൂപ്പിൽപ്പെട്ട ഏതാനും മൈക്രോ കൺട്രോളേഴ്സ് ഈ പട്ടികയിൽ കാണുന്നതാണ്. AT Tiny 13, AT Tiny 25, AT Tiny 44, AT Tiny 84 തുടങ്ങിയ മൈക്രോ കൺട്രോളേഴ്സ് ഈ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നതാണ്. ഇവയുടെ പ്രത്യേകതകൾ 1K to 8 KB പ്രോഗ്രാം മെമ്മറി, 8 to 28 പിൻ പാക്കേജ്, ലിമിറ്റഡ് പെരിഫറൽ സെറ്റ്, ലിമിറ്റഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ്. നെക്സ്റ്റ് സ്പെഷ്യൽ പർപ്പസ് AVR. ചില നിശ്ചിത ഉപയോഗങ്ങൾക്ക് വേണ്ടി ആവശ്യമായ പ്രത്യേക ഘടകങ്ങൾ ഉൾപ്പെടുത്തി
രൂപകൽപ്പന ചെയ്തിട്ടുള്ള മൈക്രോ കൺട്രോളേഴ്സ് ഉൾപ്പെടുന്നതാണ് സ്പെഷ്യൽ പർപ്പസ് AVR ഗ്രൂപ്പ്. USB കൺട്രോളർ, CAN കൺട്രോളർ, LCD കൺട്രോളർ, ZigBee, എതർനെറ്റ് കൺട്രോളർ, FPGA, PWM തുടങ്ങിയവ പ്രത്യേകമായിട്ട് ഉപയോഗിക്കുന്ന ഘടകങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. The microcontrollers under this family are made with special capabilities for designing specific applications. Some of the special capabilities are USB controller, CAN controller, LCD controller, ZigBee, Ethernet controller, FPGA and advanced PWM. സ്പെഷ്യൽ പർപ്പസ് മൈക്രോ കൺട്രോളേഴ്സിൽ ഉൾപ്പെട്ട ചില മൈക്രോ കൺട്രോളറുകൾ ഈ പട്ടികയിൽ കാണാവുന്നതാണ്. 8090 CAN128, 8090 USB 1287, 8090 PWM216, Atmega 169 തുടങ്ങിയ മൈക്രോ കൺട്രോളേഴ്സ് സ്പെഷ്യൽ പർപ്പസ് AVR ഗ്രൂപ്പിൽ ഉൾപ്പെട്ടതാണ്. Comparison of various AVR family members. AVR മൈക്രോ കൺട്രോളർ ഫാമിലിയിലെ വ്യത്യസ്ത ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൈക്രോ കൺട്രോളേഴ്സ് തമ്മിലുള്ള ഒരു അവലോകനമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ക്ലാസിക്, മെഗാ, ടിനി, സ്പെഷ്യൽ പർപ്പസ് എന്നീ 4 ഗ്രൂപ്പിൽപ്പെട്ട ഏതാനും മൈക്രോ കൺട്രോളേഴ്സ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ മൈക്രോ കൺട്രോളേഴ്സിന്റെ ഡാറ്റ റോം, ഡാറ്റ റാം, ഡാറ്റ ഇപ്രോം, IO പിൻസ്, ADC ബാർ, സ്പെഷ്യൽ കേപ്പബിലിറ്റീസ്, ടൈമേഴ്സ്, പിൻ പാക്കേജസ് എന്നീ ഫീച്ചേഴ്സും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഡാറ്റ റോമിന്റെ കേസിൽ 1K മിനിമം ഡാറ്റ റോം ഉപയോഗിക്കുന്നുണ്ട്, മാക്സിമം 128K. ഡാറ്റ റാം മിനിമം 128 ബൈറ്റ്സ്, മാക്സിമം 8K. ഡാറ്റ ഇപ്രോം മിനിമം 128 ബൈറ്റ്സ്, മാക്സിമം 4K. IO പിൻസ് minimum 3 numbers, maximum 86 numbers. ADC bar special capabilities വരുമ്പോൾ ADC 0 ചാനൽ മുതൽ 16 ചാനൽ വരെ ADC ഉപയോഗിക്കുന്നുണ്ട്. സ്പെഷ്യൽ കേപ്പബിലിറ്റീസ് CAN, USB host, അഡ്വാൻസ്ഡ് പൾസ് വിത്ത് മോഡുലേഷൻ, LCD കൺട്രോൾ എന്നിവ ഉപയോഗിക്കുന്നതായിട്ട് കാണാം. ടൈമേഴ്സിൽ മിനിമം ഒരു ടൈമർ ഉണ്ടായിരിക്കും, മാക്സിമം 6 ടൈമേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. പിൻ പാക്കേജസിലൂടെ വരുമ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പിൻ പാക്കേജസ് ഉപയോഗിക്കുന്നുണ്ട്. ഫസ്റ്റ് വൺ PDIP, that is plastic dual in package. Second one SOIC, small outlet integrated circuit. TQFP, thin quad flat package. Low profile quad flat package. MLF, micro lead frame package. ഇങ്ങനെ ഡിഫറെന്റ് പാക്കേജസ് ഉപയോഗിക്കുന്നതായിട്ട് കാണാം. Comparison among 8051 PIC and AVR family microcontrollers. 8051 PIC, AVR എന്നീ 3 ഫാമിലിയിൽ ഉൾപ്പെടുന്ന മൈക്രോ കൺട്രോളേഴ്സ് തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇതിനായി 8051 ഫാമിലിയിൽ നിന്നും പോപ്പുലറായിട്ട് ഉപയോഗിക്കുന്ന 8052 മൈക്രോ കൺട്രോളർ എടുത്തിട്ടുണ്ട്. PIC ഫാമിലിയിൽ നിന്നും 18F452 മൈക്രോ കൺട്രോളേഴ്സ് എടുത്തിട്ടുണ്ട്. AVR ഫാമിലിയിൽ നിന്നും Atmega 32 എടുത്തിട്ടുണ്ട്. ഈ 3 മൈക്രോ കൺട്രോളേഴ്സ് തമ്മിലുള്ള ഒരു കമ്പാരിസൺ ടാബിൾ ആണ് ഇവിടെ കാണുന്നത്. ഇവിടെ പ്രോഗ്രാം റോമിന്റെ കേസിൽ 8051 8K, PIC 32K, AVR 32K. ഡാറ്റ റാം 256 byte for 8051, 2K bytes for PIC, 2K bytes for AVR. EEPROM ന്റെ കേസിൽ 8051 does not have EEPROM, PIC 256 byte, AVR 1K byte. Timers 3 numbers in case of 8051, 4 for PIC and 3 for AVR. IO pins 32 numbers in 8051, 35 numbers in PIC and 32 numbers in AVR. Architecture 8051 CISC, PIC RISC, AVR also RISC. PWM channels 8051 nil, PIC inbuilt,
PWM ചാനൽ ഉണ്ട്, AVRലും ഇൻബിൽറ്റ് ആയിട്ട് PWM ചാനൽ ഉണ്ട്. ADCയുടെ കേസിൽ A051 നില്ലാണ്, PIC ഇൻബിൽറ്റ് ഉണ്ട്, AVR also inbuilt. Let us conclude this session here and we'll see the main points we discussed so far. AVR was developed in the year 1996 by Atmel Corporation, acquired by Microchip Technology in the year 2016. The architecture of AVR was developed by Alf Egil-Bogen and Vigard Wolin. Key features of AVR microcontrollers are advanced RISC single-chip microcontroller with hardware architecture, on-chip and in-system programmable flash memory, 32 general-purpose 8-bit working registers, multifunction bidirectional general-purpose I/O ports, register-to-register architecture without accumulator, on-chip data RAM and EEPROM, 10 or 12-bit AD converters, 0 to 10 MHz clock speed operation, power on reset, watchdog timer, multiple internal oscillators, variety of serial interfaces. We also see the different family groups of the AVR as classic, mega, tiny, special purpose. ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഈ സബ്ജക്റ്റിലെ തുടർന്നുള്ള ക്ലാസ്സുകളും ഈ ചാനലിൽ ലഭ്യമാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. നന്ദി.